വേറൊരു വിഷയം അറിയാനുള്ളത് ടിൻഡു, ഈ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ സ്ഥാപിച്ച CPM-ന്റെ നവകേരള സംഘാടക സമിതി ഓഫീസിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം കുറച്ച് നാളുകളായി തുടരുകയാണല്ലോ. ഒപ്പം തന്നെ ഇന്ന് ഈ ഒരു പ്രതിഷേധ സൂചകമായി തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാരും രംഗത്തെത്തുന്നുണ്ട്, മണ്ഡപത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാടെന്ന് അറിയാൻ സാധിക്കുന്നു? കാരണം ദിവസം അടുത്തു വരികയാണല്ലോ. തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വരുന്ന 24-ാം തീയതിയാണ് നവകേരള സദസ്സിൻ്റെ സമാപന സമ്മേളനം തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി സരസ്വതി മണ്ഡപത്തിൻ്റെ എനിക്ക് പിന്നിൽ കാണുന്ന സ്വാതി തിരുനാൾ സരസ്വതി മണ്ഡപം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി ഓഫീസായി അല്ലെങ്കിൽ നവകേരള സദസ്സിൻ്റെ ഓഫീസായി മാറ്റിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭക്തജനങ്ങൾ ഈ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിന് മുന്നിലായിട്ട് പ്രതിഷേധം നടത്തുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ നവകേരള സദസ്സ് വരുന്നതുമായി ബന്ധപ്പെട്ട് കടയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ മൈതാനം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സമാനമായ രീതിയിൽ തന്നെ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു അവസാന വിധി പറയും. ഇന്ന് ഭക്തജനങ്ങൾ നടത്തുന്ന പ്രതിഷേധ പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, എന്താണ് ഇന്നത്തെ പ്രതിഷേധ പരിപാടിയിൽ ഇന്ന് അനുകൂലമായൊരു വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ഈ നാട്ടിലെ വിശ്വാസികൾ നിരവധി വർഷങ്ങളായി വിശ്വാസത്തിൻ്റെ ഭാഗമായി കരുതുന്ന ഈ പൂജപ്പുര സരസ്വതി ക്ഷേത്ര മണ്ഡപം പിണറായി വിജയൻ സർക്കാരിൻ്റെ അധികാരവും ധാർഷ്ട്യവും ഉപയോഗിച്ച് കയ്യേറി ഈ പ്രദേശത്ത് അവരുടെ നവകേരള സദസ്സിൻ്റെ സംഘാടക സമിതി ഓഫീസായി കെട്ടിയെടുത്തിരിക്കുകയാണ്. നിരവധി ദിവസങ്ങളായി ഈ പ്രദേശത്തെ ഭക്തജനങ്ങൾ ഒരു സമരത്തിൻ്റെ പാതയിലാണ്. ഒരു ധർമ്മസമരം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം നഗരസഭയിലെ 35 BJPയുടെ കൗൺസിലർമാർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വളരെയധികം പ്രതീക്ഷയോടുകൂടി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇവിടുത്തെ ഭക്തജനങ്ങൾ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസിൻ്റെ വിധി ഇന്നേ ദിവസം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്ന് മാത്രവുമല്ല, വേളിമല കുമാരസ്വാമിയെ കുടിയിരുത്തി ഭജനയും അതുപോലെ തന്നെ മറ്റ് ആചാരക്രമങ്ങളും നടത്തുന്ന സരസ്വതി മണ്ഡപം, അതുപോലെ തന്നെ ആദ്യാക്ഷരം കുറിക്കുന്ന കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന ഒരു സരസ്വതി മണ്ഡപം, വൃശ്ചിക മാസം നമുക്കറിയാം 41 ദിവസം കലിയുഗവരതനായ അയ്യപ്പസ്വാമിയെ കുടിയിരുത്തി ഭജന നടത്തുന്ന ആ മണ്ഡപം. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ആ അയ്യപ്പസ്വാമിയെ പുറത്താക്കി പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ഫോട്ടോയാണ് ഇന്ന് ഈ സരസ്വതി മണ്ഡപത്തിൽ വച്ചിരിക്കുന്നത്. ഇതൊരു അഹങ്കാരത്തിൻ്റെ രീതിയിലേക്ക് ഈ പിണറായി വിജയൻ സർക്കാർ പോയിരിക്കുകയാണ്. ഇവിടെ ഒരു ആചാര ലംഘനം നടത്തിയിരിക്കുകയാണ്. ഹിന്ദു സമൂഹത്തിൻ്റെ മേലെ കുതിര കയറാനുള്ള ലൈസൻസാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നുള്ള ഭരണം എന്നുള്ള രീതിയിലുള്ള ഒരു പോക്കാണ് ഈ ശ്രീമാൻ പിണറായി വിജയനും പിണറായി വിജയൻ്റെ പാർട്ടിയും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം സമാധാനത്തോടു കൂടി തന്നെ ഇതിൻ്റെ നേതാക്കന്മാരെ കണ്ട് ഞങ്ങൾ പറഞ്ഞു, ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, നിങ്ങളത് അഴിച്ചു മാറ്റണം. ഇവിടെ 9 ഏക്കർ 75 സെൻറ്റ് സ്ഥലം ഇതിന് ചുറ്റുപാടുമുണ്ട്. ഇവിടെ എവിടെ വേണമെങ്കിലും അവർക്ക് സംഘാടക സമിതി ഓഫീസ് കെട്ടാം. പക്ഷെ അതൊന്നും കെട്ടാതെ തന്നെ ഈ കൽമണ്ഡപത്തിൽ 10 പേർക്കിരുന്ന് അവരുടെ ഒരു യോഗം പോലും നടത്താനുള്ള സാഹചര്യമില്ലാത്ത സ്ഥലത്ത് കയറി ഇത് കെട്ടിയത് ഹിന്ദുക്കളോടുള്ള ഒരു കുതിരകയറ്റമാണ്, ഹിന്ദു സമൂഹത്തിനോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിധി ഞങ്ങൾ ഇവിടുത്തെ വിശ്വാസി സമൂഹം പ്രതീക്ഷിക്കുന്നു. ഇന്ന് തിരുവനന്തപുരം നഗരസഭയിലെ മേയർക്കെതിരായിട്ടാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധം. കാരണം ഞാൻ തന്നെ നഗരസഭയിൽ പ്രമേയം കൊണ്ടുവന്ന ആളാണ്. കൊണ്ടുവരുന്ന സമയത്ത് ഇത് ഹിന്ദുക്കൾക്ക് മാത്രം ആരാധന നടത്തുവാനോ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ കാര്യങ്ങൾ നടത്തുവാനുള്ള കൽമണ്ഡപ അല്ല. അതുകൊണ്ട് തന്നെ നഗരസഭ വളരെ ശക്തമായി ഇനി മറ്റു മതവിശ്വാസികൾ വന്നാൽ പോലും ഈ കൽമണ്ഡപം അവർക്കും കൊടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള വളരെ ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ തിരുവനന്തപുരം നഗരസഭാ മേയറുടെ ആ പ്രസ്താവനയ്ക്കെതിരെ കൂടിയാണ് ഇന്ന് BJPയുടെ കൗൺസിലർമാർ ഇവിടെ ധർണയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വാസി സമൂഹം വളരെ സമാധാനത്തോടു കൂടി പ്രതീക്ഷിക്കുന്നു, ഇതിനൊരു വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കാണിച്ചിട്ടുള്ള ഈ അനീതിക്കെതിരെ ശക്തമായ പോരാട്ടം വരാൻ പോകുന്ന ദിവസങ്ങളിൽ നടത്തും. ഡിസംബർ മാസം
23-ാം തീയതി നവകേരള സദസ്സ് ഇവിടെ വരുന്ന സമയത്ത് അതിനു മുമ്പ് ഇതിൻ്റെ ഈ പറയുന്ന കെട്ടിയെടുത്തിരിക്കുന്ന ഈ പറയുന്ന കവാടങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും കെട്ടിയിരിക്കുന്ന സാധനങ്ങൾ അഴിച്ചു മാറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ആ ഡിസംബർ 23-ാം തീയതി നടക്കുന്ന നവകേരള സദസ്സിലേക്ക് വൻപിച്ച മാർച്ച് ഇവിടുത്തെ വിശ്വാസി സമൂഹം നടത്തുമെന്നും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തീർച്ചയായും ലക്ഷ്മി, ഈ മാസം 23-ാം തീയതിയാണ് നവകേരള സദസ്സിൻ്റെ സമാപന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. സമാപന സമ്മേളനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം സരസ്വതി മണ്ഡപം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നവരാത്രി ആഘോഷങ്ങൾക്കൊക്കെ ആയി ബന്ധപ്പെട്ട ഉള്ള പൂജകളും മറ്റും അതോടൊപ്പം തന്നെ കാലങ്ങളായി ആചരിച്ചു വരുന്ന മറ്റു ഘോഷയാത്ര ചടങ്ങുകൾ, അതായത് വേലിമല കുമാരസ്വാമി ഉൾപ്പെടെയുള്ള ദൈവങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തി ഇവിടുന്ന് തിരിച്ചു പോകുന്നതൊക്കെ വളരെ ആഘോഷപൂർവ്വമാണ് ഓരോ വർഷവും നടത്തുന്നത്. അപ്പോൾ കാലങ്ങളായിട്ടുള്ള ഒരു ആചാരമാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നവകേരള സദസ്സിൻ്റെ സംഘാടക സമിതി ഓഫീസ് എന്ന് പറയുന്നത് അയ്യപ്പസ്വാമിയെ കുടിയിരുത്തിയിരിക്കുന്നൊരു അതാണ്. കാരണം പൂജപ്പുര എന്ന സ്ഥലത്തിന്റെ പേര് കൊണ്ട് തന്നെ ആ ഒരു പ്രത്യേകത മനസ്സിലാക്കുക. എത്രയോ കാലങ്ങളായി വിജയദശമി സമയത്ത് അനുഷ്ഠിക്കുന്ന ആചാരങ്ങളെല്ലാം തകർക്കുന്ന നടപടികൾ, പ്രത്യേകിച്ച് ഈ മേയർ പക്വതയില്ലാത്ത നിലപാടുകൾ പൊതുവിൽ കൈക്കൊള്ളുന്നത് ഭക്തജനങ്ങൾക്ക് ഉള്ളിൽ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു നിലപാട് കൂടി കൈക്കൊള്ളുന്നു എന്നൊരു പ്രതിഷേധവും ശക്തമാണല്ലോ. പ്രത്യേകിച്ച് നവകേരള സദസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിൽ നിരവധി ഹർജികൾ ചെയ്തിട്ടുണ്ട്. കാരണം ചെല്ലുന്നിടങ്ങളിലെല്ലാം ക്ഷേത്ര മൈതാനങ്ങൾ ഇത്തരത്തിൽ പാർട്ടി ഓഫീസുകളാക്കി പാർട്ടി പരിപാടിയാക്കി സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും നമുക്കറിയാം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു PR വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നവകേരള സദസ്സ് എന്ന പേരിൽ. അതിലെ ക്ഷേത്ര മൈതാനങ്ങൾ മാത്രം ഇവർ ഇങ്ങനെ കൈയടക്കാനുള്ള ശ്രമം നടത്തുന്നത് അതും പ്രതിഷേധാർഹമാണ് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ വിഷയം ഹൈക്കോടതിക്ക് മുന്നിൽ വരികയാണ്. പൂജപ്പുര സരസ്വതി മണ്ഡപവുമായി ബന്ധപ്പെട്ട ഈ നവകേരള സദസ്സിൻ്റെ സംഘാടക സമിതി ഓഫീസാക്കിയതുമായി ബന്ധപ്പെട്ട തീർച്ചയായും ഇന്നെന്തായാലും ഭക്തജനങ്ങൾക്ക് അനുകൂലമായൊരു വിധി തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം കടക്കലും സമാനമായ രീതിയിൽ തന്നെ ക്ഷേത്ര കവാടം ഇത്തരത്തിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള സംഘാടക സമിതി ഓഫീസും മറ്റ് ആവശ്യങ്ങൾക്കുമായി തിരഞ്ഞെടുത്തിരുന്നു. പക്ഷേ അതിനൊക്കെ ഭക്തജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് വന്നിട്ടുള്ളത്. ഇന്നും ഹൈക്കോടതി ഈ വിഷയത്തിൽ അനുകൂലമായൊരു നിലപാടെടുക്കുമെന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് ഇവിടെ കൂടുതൽ അനുകൂലമായൊരു വിധി ലഭിക്കാമെന്ന് വിചാരിക്കുന്നത് തന്നെ. ഇത് നമുക്ക് എന്നെ പുറകിൽ കാണുന്നത് തന്നെ വ്യക്തമായി കാണാം. സരസ്വതി മണ്ഡപത്തിന് സമീപമാണ്. ഈ സരസ്വതി മണ്ഡപത്തിന് ഏറ്റവും അടുത്താണ് ഈ സ്വാതി തിരുനാൾ. ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് സരസ്വതി മണ്ഡപം. ആ ചിത്രത്തിൽ കാണുന്ന എൻ്റെ പുറകുവശത്ത് കാണുന്ന പോലെ തന്നെ വളരെ 10 പേർക്ക് മാത്രം ചുരുക്കം ഇരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചുരുക്കം 10 പേർക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു കൽമണ്ഡപമാണ്, അല്ലെങ്കിൽ മണ്ഡപമാണ്. ഈ കളുത്തട്ട് എന്നൊക്കെ പറയുന്ന പോലെ, ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് കളുത്തട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ആചാരം തന്നെയാണ് ഈ സരസ്വതി മണ്ഡപം എന്ന് പറയുന്നത്. അതായത് കുടിയിരുത്തലുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിൽ നവകേരള സദസ്സിൻ്റെ വലിയ ഫ്ലെക്സ് വെച്ചുകൊണ്ട്, പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ഫ്ലെക്സ് വെച്ചുകൊണ്ട് നവകേരള സദസ്സിൻ്റെ സംഘാടക സമിതി ഓഫീസായി മാറ്റിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ദിവസങ്ങൾക്ക് മുമ്പേ ഈ സംഘാടക സമിതി ഓഫീസ് കെട്ടിയതിന് ശേഷം അവർ അത് പൂട്ടിയിട്ടേക്കാണ്. അതായത് ക്ഷേത്രത്തിൽ നിന്നുള്ളവർക്ക് പോലും ഇതിനകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിലാണ് ഇത്തരത്തിൽ പൂട്ടിയിട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 23-ാം തീയതിയാണ് നവകേരള സദസ്സിൻ്റെ സമാപന സമ്മേളനം ഈ പൂജപ്പുരയിൽ സമാപിക്കുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇത്തരത്തിൽ ഭക്തജനങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നെന്തായാലും ഈ തിരുവനന്തപുരം മേയർക്കെതിരെ, അല്ലെങ്കിൽ മേയറുടെ നിലപാട്, തിരുവനന്തപുരം മേയർക്കെതിരെ, മേയറിൻ്റെ നിലപാടിനെതിരെ BJP കൗൺസിലർ, അതായത് 35ഓളം വരുന്ന പ്രതിപക്ഷ കൗൺസിലർമാർ ഇന്ന് സരസ്വതി മണ്ഡപത്തിന് മുന്നിൽ, അതോടൊപ്പം തന്നെ ഈ നവകേരള സദസ്സിൻ്റെ സംഘാടക സമിതി ഓഫീസാക്കാൻ തീരുമാനിച്ച പൂജപ്പുര ഈ സരസ്വതി മണ്ഡപത്തിന് മുന്നിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അനുകൂലമായിട്ടൊരു വിധി ലഭിക്കുകയില്ല എങ്കിൽ 23-ാം തീയതി ഹിന്ദു സമൂഹത്തെ, അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തെ കോർത്തിണക്കിക്കൊണ്ട് നവകേരള സദസ്സിൻ്റെ വേദിയിലേക്ക് വൻപിച്ച ഒരു മാർച്ച് നടത്താൻ, അല്ലെങ്കിൽ ഒരു ധർണ്ണ നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി നേതാക്കന്മാരുമായിട്ടും മറ്റുമായിട്ടും സംസാരിച്ചെങ്കിലും ഇത്തരത്തിൽ ആചാര ലംഘനത്തിന് നേതാക്കന്മാരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മേയർ നിൽക്കുന്നു എന്നാണ് ആക്ഷേപം. എന്തായാലും ഈ വിഷയങ്ങളുമായിട്ടൊക്കെ സംബന്ധിച്ച് ഇന്ന് അനുകൂലമായൊരു വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് എന്തായാലും വലിയ രീതിയിലൊരു ധർണ്ണ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസി സമൂഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും പൂജപ്പുര സരസ്വതി മണ്ഡപത്തെ സംബന്ധിച്ചിടത്തോളം ആചാര
ആചാരങ്ങൾ കുടിയിരുത്തലുകൾ അങ്ങനത്തെ ആചാരങ്ങൾ പുലർന്നു പോകുന്നൊരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി, കൊല്ലം ജില്ലയിൽ കടക്കിലും ചക്കുവള്ളിയിലും ഒക്കെ ക്ഷേത്രമൈതാനം നവകേരള സദസ്സിന്റെ വേദിയാക്കി മാറ്റിയതൊക്കെ ഹൈക്കോടതിയിൽ ഹർജി പോയിരുന്നു. അവിടങ്ങളിലെല്ലാം ഈ സർക്കാരിന് തിരിച്ചടിയാണ് ഉണ്ടായതെന്നും അനുകൂലമായ വിധി പൂജപ്പുര സരസ്വതി മണ്ഡപത്തെ കേന്ദ്രീകരിച്ച് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമാണ്. വിശ്വാസികളുടെ ഇടങ്ങൾ വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ള നിലപാടാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുതന്നെയാണ് യാഥാർത്ഥ്യവും. ടിൻഡുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.